സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ചെമ്മീനാണ്. ചെമ്മീൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ചെമ്മീൻ. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം വിസരണം. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? 2022 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഇതിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ശരിയായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ാമത്തെ പ്രസ്താവന, അർജന്റീന 3ാമതും കപ്പ് നേടി, ശരിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു, ശരിയാണ്. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി, ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഫ്രാൻസ് ആണ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഫ്രാൻസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ANERT ആണ്. ANERT. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയാണ് ANERT എന്നത്. ദ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. ANERT. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരമാണ്. വില്ലോ മരത്തിന്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. വില്ലോ മരത്തിന്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരള ഗാന്ധി. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം. ലോട്ടറി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗര സമരം, നിസ്സഹരണ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942 ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവം 1922. നിസ്സഹരണ സമരം 1920 മുതൽ 1922 വരെയുള്ള കാലയളവിലാണ് നിസ്സഹരണ സമരം നടന്നത്. അപ്പൊ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുമ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 3, 4, 1. ചമ്പാരൻ സത്യാഗ്രഹം 1917.
ചൗരി ചൗര സംഭവം 1922, നിസ്സഹരണ സമരം 1920, ക്വിറ്റ് ഇന്ത്യ സമരം 1942. അടുത്ത ചോദ്യം, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം തന്നിരിക്കുന്നത് കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, എലിപ്പനി. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തന്നിരിക്കുന്നത് ഹരിയാന, ഗോവ, ജമ്മു കാശ്മീർ, വെസ്റ്റ് ബംഗാൾ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് ഗോവ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗോവ. ബാരാലച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലച്ല ചുരം SSCRT ക്വസ്റ്റ്യൻ ആണ്. ബാരാലച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ്. മേഘാലയ. ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്ത്? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് യങ് ഇന്ത്യ. യങ് ഇന്ത്യ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? 1804. 1804. കാർഡമോം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമോം കുന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കാർഡമോം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലാണ്. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ആലുവയില് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. ആലുവയില് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? എന്തിനു വേണ്ടിയിട്ട്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ടാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക് തക് ആണ്. ലോക് തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയിംബുൾ ലംജാവോ ആണ്. കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനമാണ് ലോക് തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം.
ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവിഡ ശൈലി. ദ്രാവിഡ ശൈലി ആരുടെ കാലത്താണ്? പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ടത്. അടുത്ത ചോദ്യം, മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു, സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നു. എന്താണ്? മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു, വിയോജക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നു. അടുത്തത്, ഛേദക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നു. മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തേത്. എവിടെയാണ്? സംയോജക സീമകളിലാണ്. സംയോജക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. എന്ത്? മടക്കു പർവ്വതങ്ങൾ. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ക്ലോഡിയ ഗോൾഡിൻ ആണ്. ക്ലോഡിയ ഗോൾഡിൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? എവിടെയാണ്? തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നു. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേത്രം ഓപ്ഷൻ എ ആണ് ബൃഹദ്വീശ്വര ക്ഷേത്രമാണ്. ബൃഹദ്വീശ്വര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂരിലാണ്. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലോക പ്രശസ്ത ക്ഷേത്രമാണ് ബൃഹദ്വീശ്വര ക്ഷേത്രം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? കുടുംബശ്രീ പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയത്രി ആര്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയത്രി ആര്? സുഗതകുമാരിയാണ്. സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നത്. സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഏത് കോടതിക്കാണ്? ഹൈക്കോടതിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? നിയമത്തിന് മുമ്പിലുള്ള സമത്വം അനുച്ഛേദം 14. അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏത്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ടാണ് മാൻഡമാസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മാൻഡമാസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്
സോരൻ സിംഗ് കമ്മിറ്റിയാണ്. സോരൻ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51A ആണ്. അനുച്ഛേദം 51A ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക മനുഷ്യാവകാശ ദിനം. ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 ആണ്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആര് എന്നതാണ് ചോദ്യം. നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ഇല്ല. നിലവിൽ ചെയർപേഴ്സൺ ആരാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ശ്രീ വി രാമസുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്ന്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത്. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ദേശീയ ഗാനം ജനഗണമന. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്ത്? ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെയാണ്? ബംഗാളിൽ. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് വിശ്വഭാരതി. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? 1888 അരുവിക്കരയിലെ ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത? കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് PT ഉഷയാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത PT ഉഷ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? പള്ളിവാസൽ മുതിരപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴ ഏത് എന്ന് ചോദിച്ചാൽ മുതിരപ്പുഴയാണ്. മുതിരപ്പുഴ. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം മത്സ്യമാണ്. മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലവിപ്ലവം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത്? കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികൾ. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി? 54ാമത് മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്?
ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മന്നാനം പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കി. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. പൊയ്കൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു. കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി എന്നതും ശരിയാണ്. ഇനി എവിടെയാണ് ജനിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ്? ഇരവിപേരൂർ ആണ്. ഇരവിപേരൂർ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി INS അരിഘാത് ആണ്. INS അരിഘാത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനിയാണ് INS അരിഘാത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള ജോഡികൾ ഇവിടെ തന്നിരിക്കുന്നു. മനത്ത് പത്മനാഭൻ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2, 4 VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം ശരിയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഇനി കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറമാണ്. അരുവിപ്പുറം. അരുവിപ്പുറം ക്ഷേത്രം. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറമാണ്. അരുവിപ്പുറം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം. കേരളത്തിൽ ആദ്യമായിട്ട് ഉപ്പുകുറുക്കൽ സമരം നടന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഉപ്പുകുറുക്കൽ സമരം നടന്നത്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം മനു ഭാക്കറാണ്. മനു ഭാക്കർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് 2 മെഡലുകൾ നേടുന്ന ആദ്യ താരമാണ് മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യ വിഭാഗത്തിൽ പെടുന്നതാണ്? റിക്സിയ. റിക്സിയ എന്നത് ഏത് സസ്യ വിഭാഗത്തിൽ പെടുന്നതാണ്? റിക്സിയ. റിക്സിയ എന്താണ്? ബ്രയോഫൈറ്റയാണ്. റിക്സിയ ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് ഓപ്ഷൻ സി ആണ് ഉത്തരം. 270 മുതൽ 280 ദിവസം വരെയാണ്. 270 മുതൽ 280 ദിവസം വരെയാണ് മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ്. തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. DNA ബാർകോഡിംഗ്. DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാട്ടോണിനാണ്. മെലാട്ടോണിൻ. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാട്ടോണിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ്. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിത
അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? അനുയാത്രയാണ്. അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യക്ഷേമ പരിപാടി അനുയാത്ര. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കൊഴുപ്പുകലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നമാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ഡയോക്സിൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏതാണ്? ഡയോക്സിൻ. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏത്? കൂണിനമാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനമാണ് ഭീമ. ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ. ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? വിറ്റാമിൻ B12. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ചോദ്യം, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് കോർക്ക് +2/3 E ചാർജ് ഉള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 E ചാർജ് ഉള്ളതുമാണ്. ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രോട്ടോൺ 2 അപ്പ് കോർക്ക് 1 ഡൗൺ കോർക്ക്. ന്യൂട്രോൺ 1 അപ്പ് കോർക്ക് 2 ഡൗൺ കോർക്ക്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ഓപ്ഷൻ സി ആണ് ജലം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ജലം. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്ന വസ്തുവിന്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം. ഓപ്ഷൻ ഡി ആണ് എല്ലായിടത്തും 6 കിലോഗ്രാം. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ/സെക്കൻഡ് ആണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലിലും എത്രയാണ്? സെൽഷ്യസ് സ്കെയിൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. -273.15 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് സ്കെയിൽ -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്. കെൽവിൻ സ്കെയിൽ 0 കെൽവിൻ. ഏറ്റവും താഴ്ന്ന താപനില. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. പ്രവേഗം 0 ത്വരണവും 0 സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ്. ഇവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്തത്, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര?
ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗതികോർജം മൈനസ് E/2, ആകെ ഊർജം E/2. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ്? ഓപ്ഷൻ എ മെൻഡലിയേഫ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനം, മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനം. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ശക്തമായിട്ട് ചൂടാക്കി ലോഹം വേർതിരിക്കാൻ പറ്റുന്നത് സിന്നമ്പറാണ്. സിന്നമ്പർ. ഇനി വരുന്നത് 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3√2. 82ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്, 2. 83ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 84ാമത്തെ ചോദ്യം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെൻറ്റിമീറ്ററുമായ വശങ്ങളുടെ തുക എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 40 സെൻറ്റിമീറ്റർ. 85ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി, 3. 86ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി, 0.1875. 87ാമത്തെ ചോദ്യം 87 ഉത്തരം ഓപ്ഷൻ ബി. 88ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 91ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 92 ഓപ്ഷൻ ഡി. 93ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ ഡി. 97 ഓപ്ഷൻ സി. 98ാമത്തെ ചോദ്യം 98 ഓപ്ഷൻ സി ആണ്. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.